സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അലി അല്ലിപ്ര ആമയൂർ. ഒരിക്കൽ ഗ്രാമത്തിലെത്തിയ ഗുരുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഒരു മനുഷ്യൻ എപ്പോഴാണ് യഥാർത്ഥ മനുഷ്യനാകുന്നത്? ഗുരു ഒന്നും പറയാതെ തന്റെ ഭാണ്ഡത്തിൽ നിന്ന് 4 ചില്ല് ഗ്ലാസ് എടുത്ത് നിലത്തുവെച്ചു. പിന്നീടതിൽ ശുദ്ധജലം നിറച്ചു. എന്താണ് ഗുരു ചെയ്യുന്നതെന്ന് ശിഷ്യന്മാർ ആകാംക്ഷയോടെ നോക്കി നിന്നു. പിന്നീട് അദ്ദേഹം ഭാണ്ഡത്തിൽ നിന്ന് 4 മനുഷ്യരൂപങ്ങൾ പുറത്തെടുത്തു. അതിലൊന്ന് കല്ലുകൊണ്ടുണ്ടാക്കിയതായിരുന്നു, അടുത്തത് മണ്ണുകൊണ്ടും, മൂന്നാമത്തേത് പഞ്ഞികൊണ്ടും, അവസാനത്തേത് കൽക്കണ്ടം കൊണ്ടും ഉണ്ടാക്കിയതായിരുന്നു. ഗുരു അവ ഓരോന്നും ഓരോ ഗ്ലാസ്സിലേക്കിട്ടു. ശിഷ്യന്മാർ ഇമവെട്ടാതെ ഗുരുവിന്റെ പ്രവൃത്തികൾ നോക്കിയിരുന്നു. കല്ലുകൊണ്ടുള്ള മനുഷ്യരൂപമിട്ട ഗ്ലാസ് ഉയർത്തി ഗുരു പറഞ്ഞു, ആ കല്ല് ഗ്ലാസിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ചില മനുഷ്യർ ഇങ്ങനെയാണ്. തന്റെ ചുറ്റുപാടിൽ എന്ത് നടന്നാലും എത്രമാത്രം വേദന അനുഭവിക്കുന്നവർ ഉണ്ടെന്നറിഞ്ഞാലും ഒരലിവുമില്ലാത്തവർ. അവർക്ക് ഒന്നും സംഭവിക്കരുതേ എന്നേ അവർ നോക്കുകയുള്ളൂ. പിന്നെ ഗുരു രണ്ടാമത്തെ ഗ്ലാസ് എടുത്തു. ആ മൺപ്രതിമ ആ വെള്ളത്തിൽ കലങ്ങിപ്പോയിരുന്നു. ചില മനുഷ്യർ ഇങ്ങനെയാണ്. അവരേ അഴുക്കാണ്. അവർ ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുകയും ചെയ്യും. എന്നാൽ അവർ ചെയ്യുന്നത്, അവർ ജീവിക്കുന്നത് സമൂഹത്തെക്കൂടി നശിപ്പിച്ചിട്ടേ അവസാനിക്കൂ എന്നതാണ്. പഞ്ഞിപ്രതിമയിട്ട ഗ്ലാസ് ഉയർത്തി നോക്കിയപ്പോൾ അതിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. എല്ലാം പഞ്ഞിപ്രതിമ വലിച്ചു കുടിച്ചിരിക്കുന്നു. ചില മനുഷ്യർ ഇങ്ങനെയാണ്. ഒന്നും ആർക്കും കൊടുക്കുകയില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്ന് എല്ലാം ഊറ്റിയെടുക്കുകയും ചെയ്യുന്നു. അവസാനം ഗുരു അവസാനത്തെ ഗ്ലാസ് എടുത്തു. കൽക്കണ്ട പ്രതിമ ആ വെള്ളത്തിൽ ലയിച്ച് ചേർന്നിരുന്നു. ഗുരു പറഞ്ഞു, അപൂർവം ചില മനുഷ്യർ ഇങ്ങനെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അലിഞ്ഞ് ഇല്ലാതാവുന്നു. അവരുടെ ജീവിതം പോലും സമർപ്പിക്കുന്നു. അപ്പോഴും അവർ ഒപ്പമുള്ളവരെ മധുരമുള്ളതാക്കുന്നു. ഇവരാണ് ശരിയായ മനുഷ്യർ. യഥാർത്ഥ മനുഷ്യർ സ്നേഹം എങ്ങനെ ലഭിക്കുമെന്ന് ചിന്തിക്കുന്നതിനു പകരം സ്നേഹം എങ്ങനെ നൽകാം എന്ന് ചിന്തിക്കുന്നവരാണ്. ഗുരുവിന്റെ അവസാനത്തെ വിശദീകരണത്തിലൂടെ യഥാർത്ഥ മനുഷ്യൻ മറ്റുള്ളവർക്ക് കൽക്കണ്ടം പോലെ മധുരാനുഭവങ്ങൾ നൽകുന്നവരായിരിക്കുമെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല മഹത്വം, എങ്ങനെ ജീവിച്ചു എന്നതിലാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അനുകമ്പയും ദയയും സ്നേഹവും നൽകാൻ മനുഷ്യന് സാധിക്കണം. നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവരെല്ലാം ഒരുപോലെയല്ലെന്ന് നാം മനസ്സിലാക്കണം. അനാഥകളും വിധവകളും അഗതികളും മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരും അംഗപരിമിതരും മാനസിക വെല്ലുവിളികൾ നേടുന്നവരുമൊക്കെ നമ്മുടെ കരുതലും തലോടലും പ്രതീക്ഷിക്കുന്നവരാണ്. ഇത്തരം ആളുകളോട് കരുണയും അലിവും കാണിക്കുമ്പോഴേ നാം യഥാർത്ഥ മനുഷ്യരാവുകയുള്ളൂ. മുഹമ്മദ് നബിയുടെ വചനം എത്ര പ്രസക്തമാണ്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അലി അല്ലിപ്ര ആമയൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9648477916. സുഭാഷിതം.